എനിക്ക് ചെറിയ 1 വയസ്സായ കുട്ടിയായിരുന്നു. ആ കുട്ടീനെ കെട്ട് 1 മണിക്കൂർ ട്രാവലിങ് മാത്രമുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഇവിടെ ഇരുന്ന് പഠിച്ച് എയ്സാണ് എനിക്ക് വാങ്ങി തന്നതെന്ന് തന്നെ ഞാൻ പറയും. കാരണം അതിൻ്റെ മുമ്പ് 2-3 തവണ നന്നായി പഠിച്ച് ഞാൻ ഇവിടെ എഴുതിയതായിരുന്നു, പരീക്ഷ എഴുതിയതായിരുന്നു. പക്ഷേ ജസ്റ്റ് മാർക്കിന് മിസ്സായിപ്പോയി. ഇവിടെ വന്ന് ഇരുന്ന് 3 മാസം ഞാൻ പഠിച്ചു. എനിക്ക് കേട്ടിട്ട് കിട്ടി. വളരെ സന്തോഷം. അടുത്ത വർഷം ജൂൺ 1 മുതൽ ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്യും. വളരെ സന്തോഷം. ട്രിക്കൊക്കെ തന്നുകാണ്ട് ഇന്ന രീതിയിൽ പഠിച്ചാൽ മതി അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ എക്സാമിന് ഒരാഴ്ച മുമ്പൊക്കെ ഇരുന്ന് നല്ല ഇതിൽ പഠിച്ച് അൽഹംദുലില്ലാ അപ്പം കേട്ടിട്ട് ക്വാളിഫൈഡ് ആയത്. ഞാനിപ്പോൾ ഒരു സ്കൂളിൽ 6 മാസമായി ജോയിൻ ചെയ്തിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. എന്തോ ഒരു ലെവലിൽ ചെല്ലണോ എഴുതണോ പോരണോ ആ ലെവലായിരുന്നു. പക്ഷേ കേട്ടിട്ട് പഠിച്ചു എന്തെങ്കിലും പഠിച്ചിട്ട് എഴുതിയത് ഇപ്രാവശ്യം അവിടെ എയ്സിൽ വന്നതിന് ശേഷമാണ്. 2 കാറ്റഗറിയും കിട്ടി. അത്യാവശ്യം 100ന്റെ പുറം മാർക്കുണ്ട്. എയ്സ് കാരണം തന്നെയാണത്. ഇന്ന് 2 തവണ എഴുതിയപ്പോഴും എന്നോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം ഈ ക്ലാസ്സിലൊന്നും പോകണ്ട, എനിക്ക് കിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര വാശിയായിരുന്നു എനിക്ക്. എന്താണെന്ന് പറയുമ്പോൾ എനിക്ക് കയ്യിലൂടെ ഒരു രോമാഞ്ചം വരില്ലേ. കഴിഞ്ഞിറങ്ങി കേഡറ്റ് ബാച്ചാണ് ഞാൻ. +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി TTC ചെയ്തതാണ്. അതും വീട്ടുകാരുടെ നിർബന്ധത്തിൽ ചെയ്തതാണ്. അതുപോലെ കേഡറ്റിന് ഇവിടെ വന്ന് ജോയിൻ ചെയ്തതും വീട്ടുകാരുടെ നിർബന്ധത്തിലാണ്. ഞാൻ TTC കോഴ്സ് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ കോളേജ്, അത് കഴിഞ്ഞാൽ ബാക്കി 2 ദിവസം ഇവിടെ. ആ ലെവലിലേക്ക് ആയിരുന്നു. എങ്ങനെയും ഇത് അമ്മ ഒന്നാമത് ടീച്ചറായതുകൊണ്ട് ഒരുപാട് പ്രഷർ അമ്മ അങ്ങനെ തന്നുകൊണ്ടിരിക്കും. കാരണം കേട്ടിട്ട് കിട്ടിയില്ലേ ഓരോരുത്തരുടെ ചോദ്യം അത് ഇത് എന്ന് പറഞ്ഞിട്ട് തന്നെ പ്രഷർ കയറ്റിയിട്ട് വന്ന് കുടുങ്ങിയതാണ് ഇതിലെന്ന് പറയാം. പക്ഷേ വന്നിട്ട് പഠിച്ചു. ഞാൻ ഈ 2 കൊല്ലം കേട്ടിട്ട് പഠിച്ചതും നമുക്ക് 2 തവണയാണ് എഴുതാൻ പറ്റിയത്. എന്തോ ഒരു ലെവലിൽ ചെല്ലണോ എഴുതണോ പോരണോ ആ ലെവലായിരുന്നു. പക്ഷേ കേട്ടിട്ട് പഠിച്ചു എന്തെങ്കിലും പഠിച്ചിട്ട് എഴുതിയത് ഇപ്രാവശ്യം ഇവിടെ എയ്സിൽ വന്നതിന് ശേഷമാണ്. ഞാൻ കഴിഞ്ഞ ബാച്ചിലാണ് ഇവിടെ ജോയിൻ ചെയ്തത്. ഞാൻ PG പഠിക്കുന്ന സമയത്താണ് ജോയിൻ ചെയ്തത്. ലാസ്റ്റ് ഒരു മെയ് ഫസ്റ്റിലായപ്പോഴാണ് ജോയിൻ ചെയ്തത്. കാരണം അതുവരെ എനിക്ക് പഠിക്കണം, കേട്ടിട്ട് വാങ്ങണം എന്നൊക്കെ ചിന്ത ഉണ്ടാവും. പക്ഷേ ഇതുവരെ ഞാൻ മെനക്കെട്ട് ഇതുവരെ ഒരു 5 കൊല്ലം TTC കഴിഞ്ഞിട്ട് 5 കൊല്ലമായി. എന്നിട്ട് ഞാൻ ഇതുവരെ മെനക്കെട്ട് പഠിച്ചിട്ടില്ല. പിന്നെ പാരൻസും പറഞ്ഞു ഈ ഒന്ന് എവിടെയെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എവിടെയും പോയി പഠിച്ചു നോക്ക്, ചിലപ്പോൾ കിട്ടിയേക്കാരം. കാരണം എനിക്ക് 3 മാർക്ക് 4 മാർക്ക് അങ്ങനെയൊക്കെ പോകുന്ന ഒരാളായിരുന്നു ഞാൻ. കാരണം തലേന്ന് ഇരുന്നിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് എടുത്തുങ്ങാണ്ട് മറിക്കുക. ഞാൻ എക്സാമിന് പൊതുവേ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എന്നാൽ എയ്സിലൊന്ന് പോയി. എയ്സ് ഒരു പോപ്പുലർ എല്ലായിടത്തും മെയിനായിട്ട് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് ഞാൻ എയ്സിൽ ചേരാമെന്ന് പറഞ്ഞു. ഇവിടെ വന്നു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നൊക്കെ മനസ്സിലായത്. എനിക്ക് ഇംഗ്ലീഷും മാത്സും ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സാർമാർ ഏതൊക്കെ രീതിയിൽ പഠിക്കണം, ഒരു ട്രിക്കൊക്കെ തന്നുകാണ്ട് ഇന്ന രീതിയിൽ പഠിച്ചാൽ മതി അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ എക്സാമിന് ഒരാഴ്ച മുമ്പൊക്കെ ഇരുന്ന് നല്ല ഇതിൽ പഠിച്ച് അൽഹംദുലില്ലാ അപ്പം കേട്ടിട്ട് ക്വാളിഫൈഡ് ആയത്. ഞാനിപ്പോൾ ഒരു സ്കൂളിൽ 6 മാസമായി ജോയിൻ ചെയ്തിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ PG കഴിയാനായപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, കുറച്ച് എനിക്ക് ഇനി കേട്ടിട്ട് കിട്ടാതെ എനിക്ക് ജോലിക്ക് കയറാൻ പറ്റില്ല. കാരണം ആദ്യമൊക്കെ ഒരു ഡെയിലി വേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കേട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ഡെയിലി വേജിന് പോലും കേട്ടിട്ട് നിർബന്ധമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞാൻ PG കഴിഞ്ഞ് ഞാൻ വെറുതെ ഇരിക്കേണ്ടി വരുമോ വീട്ടിൽ നിന്നൊക്കെ ആലോചിച്ചിരുന്നതിന്. ഇപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഒരു 2 മാസത്തോളം ഉള്ളൂ ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് പഠിച്ചിട്ടുള്ളത്. എന്നാലും ആ ഒരു സമയം കൊണ്ട് എന്തൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും, എങ്ങനെയൊക്കെ പഠിക്കാമെന്നൊക്കെ ഇവിടുത്തെ സാർമാർ മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, ക്വാളിഫൈ ചെയ്യുക, ജോലിക്ക്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ കഴിഞ്ഞ കേട്ടിട്ട് ബസ്സിലാണ് ജോയിൻ ചെയ്തത്. ഞാനിപ്പോൾ 24 ഒക്ടോബറിലാണ് എൻ്റെ TTC കഴിഞ്ഞത്. ഈ പറഞ്ഞ പോലെ 2 വട്ടം എഴുതി. ആദ്യം ഒന്നും പഠിക്കാതെ ജസ്റ്റ് എങ്ങനെയാണ് ടെറ്റ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്.
അത് കിട്ടാത്തതിൽ എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നിയില്ല. പക്ഷെ രണ്ടാമത്തത് ഞാൻ അത്യാവശ്യം പഠിച്ചിട്ട് എഴുതിയത്. ഞാൻ 2 കാറ്റഗറി എഴുതിയായിരുന്നു. അതെനിക്ക് ജസ്റ്റ് 89, 88 മാർക്കിനാണ് രണ്ടും പോയത്. എനിക്ക് വല്ലാതൊരു ഡിപ്രഷനായി. കൂടെ ഉള്ളവർക്കൊക്കെ കിട്ടിപ്പോവുകയും ചെയ്തു. നമുക്ക് കിട്ടാതിരുന്നപ്പോൾ ഭയങ്കര വിഷമമായി. അങ്ങനെ എൻ്റെ ഹസ്ബൻഡാണ് ഇപ്പം എന്നെ ഇവിടെ ചേർത്തിയത്. ഇവിടെ വന്നതിൻ്റെ ശേഷം അത് എങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നുള്ളത് ഇവിടുത്തെ ഓരോ സാറുമാരും ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തരും, എന്ന് കൂടെ നിൽക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് മാത്സ് വളരെ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ് എല്ലാവർക്കും. അപ്പോൾ ഇവിടെ ഒരു ഷിബിൻ സാറുണ്ടായിരുന്നു. സാറിൻ്റെ ക്ലാസ് കിട്ടിയ മാക്സിമം നമുക്ക് എത്ര മാത്സ് അറിയാത്ത ആൾക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. സാറിൻ്റെ ക്ലാസ്, എല്ലാ സാറുമാരുടെ ക്ലാസ് അങ്ങനെ തന്നെയാണ്. അല്ല, എനിക്ക് മാത്സ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുകൊണ്ട് സാറിൻ്റെ ക്ലാസ് എനിക്ക് വളരെ ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കിട്ടി, 2 കാറ്റഗറിയും കിട്ടി. അത്യാവശ്യം 100ൻ്റെ പുറം മാർക്കുണ്ട്. എയ്സ് കാരണം തന്നെയാണത്. പിന്നെ നമ്മൾ പഠിക്കും കൂടെ വേണം. ഇവിടെ വന്ന് ചേർന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കും കൂടെ വേണം. എല്ലാ സാറുമാരും നമ്മളെ അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. താങ്ക് യു. നമ്മൾ അധ്യാപന അഭിരുചിയുമായിട്ട് വന്നവരാണ്. അപ്പോൾ അധ്യാപന രംഗത്ത് തന്നെ നമുക്ക് തുടരണം. കാരണം കേട്ടിട്ടെടുക്കുന്നതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു മോഹം വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അതിൽ തന്നെ തുടരണം. അതിനായുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എയ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കുക. അതുപോലെ ഇതിൽ പങ്കെടുത്ത് വിജയം നേടിയ എൻ്റെ പ്രിയപ്പെട്ട ഓരോ കുഞ്ഞിനെയും ഈ വേദിയിൽ വെച്ച് അഭിനന്ദിക്കാനുള്ള ഒരു അവസരം കൂടി ഞാൻ എടുക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് രഞ്ജിനി. എനിക്ക് കേട്ടിട്ട് വിജയിക്കാൻ കഴിഞ്ഞതിൽ എയ്സിനോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ആദ്യം തന്നെ. കാരണം ഞാൻ കേട്ടിട്ടിന് വേണ്ടി കുറേ പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു സെൽഫായിട്ട്. പക്ഷെ അതൊന്നും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയാണ് അറിഞ്ഞത് എയ്സിലിങ്ങനെ കേട്ടിട്ട് ബാച്ച് നല്ല രീതിയിൽ നൽകുന്നുണ്ടെന്ന്. അങ്ങനെ ഇവിടെ ജോയിൻ ചെയ്ത് ഒരു 6 മന്ത് കഴിഞ്ഞ് എക്സാമൊക്കെ എഴുതി അത്യാവശ്യം നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാകാൻ കഴിഞ്ഞു. അതിൽ എയ്സിലെ അധ്യാപകർക്കും മറ്റ് ക്രൂ മെമ്പേഴ്സിനൊക്കെ ആദ്യം തന്നെ ഒരു വലിയ താങ്ക്സ് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മാറി വരുന്ന സിലബസുകളൊക്കെ ഉണ്ടല്ലോ, നമ്മളത് തീർച്ചയായും നമ്മളത് മനസ്സിലാക്കുകയും അതിൻ്റേതായ ഒരു കോച്ചിങ് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത്. അത് തീർച്ചയായും ഫോളോ ചെയ്തു. അപ്പോൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ ഒരു വാല്യൂ ഇത്രമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും. എന്തായാലും ഈ ഒരു എക്സാം വിജയിക്കാൻ കഴിഞ്ഞിട്ടും എന്തായാലും എയ്സിനോട് വലിയൊരു താങ്ക്സ് തന്നെ അറിയിക്കുന്നു. എൻ്റെ പേര് സുമിഷ. ഞാൻ കഴിഞ്ഞ കേട്ടറ്റ് ബാച്ചിലായിരുന്നു ജോയിൻ ചെയ്തിരുന്നത്. അധികം ഒന്നും എൻ്റെ പെരുന്നാളിനെ കുറിച്ച് എയ്സിൽ ഉണ്ട് എന്നുള്ളത് അറിയില്ലായിരുന്നു. പിന്നെ ഓരോരുത്തർ പറഞ്ഞ് കേട്ടിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. ഓഫ്ലൈൻ ക്ലാസ് ചൂസ് ചെയ്യാൻ തന്നെയായിരുന്നു താല്പര്യം. അപ്പം അങ്ങനെ നല്ല യൂസ്ഫുൾ ആയിരുന്നു ഇവിടുത്തെ ക്ലാസ്. പ്രത്യേകിച്ച് മാത്സ് സാറുടെ ക്ലാസ് നല്ല യൂസ് ആയിരുന്നു. ഞാൻ CBSE ആയിരുന്നുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫുള്ള് സൊല്യൂഷൻ ചെയ്ത് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിരുന്നു എനിക്ക് മാത്സ് ചെയ്യാൻ കിട്ടിയിരുന്നുള്ളൂ. സാറ് കുറേ ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മാത്സ് എനിക്ക് ഓക്കെ ആയിരുന്നെങ്കിലും സാറ് ട്രിക്സ് പറഞ്ഞുകൊണ്ട് കുറച്ച് ഈസി ആയിരുന്നു. പിന്നെ മലയാളം എല്ലാ സാറുമാരും നന്നായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് മുഫീദ മാം മെറ്റീരിയൽസ് തരുമായിരുന്നു ഞങ്ങൾക്ക്. നമ്മുടെ NCERT ബുക്കായിട്ട് ടച്ചുള്ള കുട്ടികൾക്ക് അതത്ര യൂസ്ഫുൾ അല്ല. പക്ഷേ എന്നെപ്പോലെ CBSE കുട്ടികൾ കുറച്ച് പേരുണ്ടായിരുന്നു. അവർക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഈ NCERT ബുക്ക് 1 മുതൽ 5 വരെയൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് നോക്കണത് കുറച്ചൊരു ഇതാണ്. അതുകൊണ്ട് മാം കുറേ മെറ്റീരിയൽസ് തരുകൊണ്ട് നല്ല യൂസായിരുന്നു. അതുകൊണ്ട് എയ്സിനോട് താങ്ക്സ്. എൻ്റെ പേര് സിത്താര. ഞാൻ 3ാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് കേട്ടിട്ട് കിട്ടുന്നത്. അതിന് വലിയൊരു നിമിത്തമായത് എയ്സിലുള്ള കോച്ചിങ് തന്നെയായിരുന്നു. ഇവിടുത്തെ സാറുമാരായാലും എല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഖാദർ സാറ്, സിസിൽ സാറ്, പ്രജിൽ, അങ്ങനെ യദു സാറ്, അവരുടെയൊക്കെ നോട്ടുകൾ കൊണ്ട് മാത്രമാണ് നമുക്ക് കൂടുതൽ വിജയം കൈവരിക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് എന്തായാലും ഈ ഒരു എക്സാമിൽ വിജയം നേടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പേര് അഭിനവ്. ഞാൻ അഭിനയ്. ഞങ്ങൾ എന്തായാലും ടിൻസാണ്. ഞങ്ങൾ ചെർപ്പളശ്ശേരിയാണ് വീട്. ഞങ്ങളുടെ 3ാമത്തെ അറ്റംപ്റ്റാണ് കേട്ടതിൻ്റെ ഇത്. ആദ്യത്തെ 2 വട്ടം നമ്മൾ സെൽഫായിട്ട് സ്റ്റഡി ചെയ്താണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടി. നമുക്ക് ഈ ഡിഗ്രിയുടെ ഒപ്പം അതിൻ്റെ ഒപ്പം ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പറ്റിയിരുന്നില്ല ഇതാക്കാൻ. പക്ഷേ പിന്നെയാണ് നമ്മൾ ഈ എയ്സിനെ പറ്റി അറിഞ്ഞു, ഇവിടെ വന്ന് ചേർന്നു. ഇത് 3ാമത്തെ അറ്റംപ്റ്റാണ്. പക്ഷേ ഈ 3ാമത്തെ അറ്റംപ്റ്റിൽ എന്താ വെച്ചാൽ എയ്സിൻ്റെ ഇത് കാരണം ഞങ്ങൾക്ക് സാധനം കിട്ടി. കേട്ടിട്ട് പറഞ്ഞ സാധനം കിട്ടി. എയ്സിൻ്റെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് അതെ, ഇവിടുത്തെ മെറ്റീരിയൽസ് അതെ, അതുപോലെ നമ്മുടെ ഇവിടെ കേട്ടിട്ടായിട്ട് നടത്തിയ മാരത്തോൺ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇതുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് നല്ലോണം എന്താ പറയുക യൂസ്ഫുള്ളായിരുന്നു. കാരണം ഇക്കൊല്ലം കേട്ടിട്ട് കിട്ടി ഈ വട്ടം. അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഓരോ സാറുമാരും ടീച്ചേഴ്സും പഠിപ്പിക്കാൻ വരുന്നവർ നമ്മുടെ ഇടയത്തെ ഒരാളായി നിന്നിട്ട്
ഓരോ കാര്യങ്ങളും എളുപ്പമാക്കിയിട്ടാണ് പഠിപ്പിച്ചു തന്നത്. ഓരോന്നും നല്ല ഈസി ആയിട്ടുള്ള ട്രിക്കുകളൊക്കെ നമുക്ക് തന്ന് അവരുടെ ഇടയത്തെ ഒരാളായി കണ്ട് നല്ല സ്നേഹത്തിലും അതുപോലെ നല്ല സൗഹൃദത്തിലുമാണ് ക്ലാസ് എടുത്തതും അതുപോലെ തന്നെ നമ്മളോട് പെരുമാറിയതും. സോ എല്ലാം നന്നായിരുന്നു. താങ്ക് യു.